നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ രാജ്യതലസ്ഥാനത്ത് ഒരു യുവാവിൻ്റെ ആത്മഹത്യാശ്രമം നടത്തിയതായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ബുധനാഴ്ച വൈകുന്നേരം ഏകദേശം ഒരു 4-4:30 മണിയോടുകൂടിയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് സമീപത്തായി ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഒരാൾ ഈ പ്രദേശത്തേക്ക് വരുന്നു. എത്തിയ ശേഷം ഇയാൾ സ്വയം തീ കൊളുത്തി ജീവനൊടുക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് യാതൊരുവിധ പ്രകോപനവുമില്ലാതെ വളരെ പെട്ടെന്ന് ഇയാൾ അവിടെ എത്തി ഒരു ആത്മഹത്യാശ്രമം നടത്തുകയായിരുന്നു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് വളരെ വേഗത്തിലെത്തി ഇയാളെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തി. ശരീരത്തിൽ ഗുരുതരമായ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം ദൃക്സാക്ഷികൾ തന്നെ പറയുന്നു. ആരാണ് ഈ വ്യക്തി എന്ന കാര്യത്തിൽ ഇതുവരെയും വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. ഏകദേശം ഒരു 30 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ജീവനൊടുക്കാനായി ശ്രമം നടത്തിയത്. ഇയാളുടെ പക്കൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് റോഡിനടുത്ത് നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ RML ആശുപത്രിയിലേക്കാണ് യുവാവിനെ ചികിത്സയ്ക്കായി പോലീസ് കൊണ്ടുപോയത്. ഇയാളുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നുള്ള വിവരങ്ങൾ ഏറ്റവും ഒടുവിലായി ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാലും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രത്യാശ പോലീസ് തന്നെ പങ്കുവെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇയാൾ രാജ്യതലസ്ഥാനത്ത് തന്നെ, പ്രത്യേകിച്ച് പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ തന്നെ ഇങ്ങനെ ഒരു ആത്മഹത്യാശ്രമം നടത്തി എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തിപ്പോരുകയാണ്. പോലീസിന് പിറകെ തന്നെ ഫോറൻസിക് വിദഗ്ധരും സംഭവ സ്ഥലത്തേക്ക് എത്തി പരിശോധന നടത്തുകയാണ്. ഇയാളുടെ മറ്റ് വസ്ത്രങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ ഒക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഷൂ, ഇതൊക്കെ തന്നെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇയാളുടേതെന്ന് കരുതുന്ന ഒരു ബാഗും സംഭവ സ്ഥലത്തായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത് ശേഖരിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് കൂടി വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് ആത്മഹത്യാക്കുറിപ്പും ഈ ബാഗിനുള്ളിൽ നിന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഹിന്ദിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പരിസരവാസി ആയിരിക്കാമെന്നുള്ള സംശയം പോലും ഉയരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ യുവാവ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല. ആത്മഹത്യാക്കുറിപ്പിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതും പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ന്യൂഡൽഹിയിലാകട്ടെ ഇപ്പോൾ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഏറ്റവും അധികം സുരക്ഷ ഒരുക്കിയിരിക്കുന്ന ഒരു മേഖലയാണ് പാർലമെന്റ് മന്ദിരവും അതിന് ചുറ്റുവട്ട പ്രദേശങ്ങളും. ഇവിടെ തന്നെയാണ് തീ കൊളുത്താനായി യുവാവ് ഇത്രയധികം സാധന സാമഗ്രികളുമായി എത്തിയത്. എങ്ങനെയാണ് ഇയാൾക്ക് ഇവിടെ എത്താൻ സാധിച്ചത് എന്നുള്ള കാര്യം കൂടി വളരെ വ്യക്തമായി, വളരെ വിശദമായി തന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്.